ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്, എൻ്റെയും മിഥുൻ്റെയും നടുവിലായിട്ട് നിൽക്കുന്നത് ശ്രീ നന്ദകിഷോർ. നന്ദകിഷോറിന് ഞാൻ നേരത്തെ ജയരാജ് വാര്യരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു മുഖവുരയുടെ ആവശ്യമില്ല. തൃശ്ശൂരുകാർക്ക് സുപരിചിതനാണ്, മലയാളികൾക്ക് സുപരിചിതനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പൂരം അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ഈ പൂരാനുഭവങ്ങൾ കേൾക്കാൻ വളരെ രസമാണ്. ഈ സ്വതസിദ്ധമായിട്ടുള്ള തൃശ്ശൂർ ശൈലിയിലും അതുപോലെ തന്നെ ചാക്യാർ കൂത്തിന്റെ എല്ലാം ശൈലിയിൽ അദ്ദേഹത്തിന്റെ ഒരു പറച്ചിലുണ്ട്. പൂരത്തിന്റെ ഓരോരോ ഘടകക്ഷേത്രങ്ങൾ വരുന്നതിനെല്ലാം അത് അതിമനോഹരമാണ്. എല്ലാ വർഷവും അത് കേൾക്കാത്ത മലയാളികളില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇന്നിപ്പോ ഈ പൂരം കുറച്ച് നേരത്തെ തുടങ്ങി, വെടിക്കെട്ടും കുടമാറ്റമൊക്കെ ഇപ്പൊ നേരത്തെ തുടങ്ങിയെന്നൊരു തോന്നണേ. വെടിക്കെട്ടല്ല, ഇപ്പൊ നടക്കുന്നത് ഇടിക്കെട്ടാണ്. ഇതിന് പെസോ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് യാതൊരു നിയമങ്ങളും ബാധകമല്ല. ഇതിന് ആര് വിചാരിച്ചാലും ഇതിന്റെ റിമോട്ടൊന്നും അറിയില്ലല്ലോ. ഇത്ര ഇന്റൻസിറ്റിയിലെ പൊട്ടിക്കാൻ പറ്റുള്ളൂ, ഇത്ര ഡെസിബിളിലെ ഇടി പാടുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നൊരു ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ മഴ ഇങ്ങനെ 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 നിൽക്കുക. അപ്പം അതുകൊണ്ട് നാളെ ആകുമ്പോഴേക്കും ഇത് ക്ലിയർ ആവുന്നൊരു ശുദ്ധി നടക്കുമല്ലോ എല്ലാ കർമ്മത്തിനും മുമ്പ്. അങ്ങനെ ഒരു ഈ എന്താ പറയുക, പ്രതിഷ്ഠയ്ക്കൊക്കെ ജലാധിവാസം എന്ന് പറഞ്ഞ മാതിരി ഒരു ജലം കൊണ്ട് പഞ്ചഭൂതങ്ങളിൽ ശുദ്ധി വരുത്തുന്ന അഗ്നിയും ജലമാണ്. അപ്പോൾ ഈ ജലം കൊണ്ട് ഒരു ശുദ്ധി വരുത്തി നഗരം വൃത്തിയാക്കാന്ന് അപ്പോൾ ഇതിനെ കണക്കാക്കണം. പഴയ ആളുകൾ പറയണത് എങ്ങനെയാ വെച്ചാൽ തൃശ്ശൂർ പൂരത്തിന് മഴ പെയ്ത 2 ഡയന വെച്ച ഇത്ര മഴ പോകുന്നു. അപ്പോൾ ഈ മഴ മാറുന്നതിന് നമ്മുടെ പ്രതീക്ഷ. അതെ അതെ. പിന്നെ തൃശ്ശൂര് ശരിക്കും ശകാരം ആണ്. ശകാരം എന്ന് പറഞ്ഞാൽ ചീത്ത പറയാന്നൊരു അർത്ഥമുണ്ട്. ശിവൻ കൊടുക്കുന്നത്, ശങ്കരാചാര്യർ ശക്തൻ തമ്പുരാൻ അപ്പൊ ശകാരത്രയം ആണെന്ത് തൃശ്ശൂർ. ഞാൻ ചീത്ത പറയാന്ന അർത്ഥത്തിലല്ല. ആ അപ്പൊ ഇത് വടക്കുന്നാഥന്റെ തൃശ്ശൂര് നമ്മളെ അനലൈസ് ചെയ്താൽ വടക്കുന്നാഥന്റെ ഇതിന്റെ ഒരു ടോപ്പ് എന്താ പറയുക, ഭൂമിശാസ്ത്രപരമായ ഘടന. വടക്കുന്നാഥന്റെ അകത്ത് സത്വഗുണം, അതിൻ്റെ ഒരു ശബ്ദവും കേൾക്കില്ല. നിങ്ങൾ ഈ ഗോപുരം കിടന്ന യാതൊരു ശബ്ദവും പിന്നെ കേൾക്കില്ല. അത് ഇങ്ങനെ ഒരു നഗരം പുറത്തുണ്ടോന്ന് പോലും ഒന്നും അറിയില്ല. തേക്കുംകാട്ടിലേക്ക് പൂരപ്പറമ്പ് എന്ന് ഇപ്പോൾ വിളിക്കുന്ന, പഴയ കാലത്ത് തേക്കുംകാട് എന്ന് വിളിച്ചിരുന്നാൽ ഇപ്പോൾ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം എന്നുകൂടി വിളിക്കുന്നത്. അവിടേക്ക് ഇറങ്ങിയ അത് രജോ ഗുണം, അത്യാവശ്യം ലഹളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൗണ്ടിലേക്ക് ഇറങ്ങിയ തനി തമോ ഗുണം, ദേവരാജ് അടക്കം സർവ്വ ഒരു ഗുണം. അപ്പം അങ്ങനെ ഒരു ത്രിഗുണങ്ങളുടെ സമ്മിശ്രമാണല്ലേ, ത്രിഗുണങ്ങളുടെ ഒരു സംഭവം തൃശ്ശൂർ നഗരത്തിലുണ്ട്. അപ്പൊ ഈ ശിവന്റെ അവതാരം തന്നെയാണ് ആര്യ വാസ്തവത്തിൽ ശങ്കരാചാര്യ. ആ ശങ്കരാചാര്യക്ക് ശേഷം തൃശ്ശൂരിന്റെ പേര് ഉയർത്തിയത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാന്റെ പ്രതിമ തട്ടിയിടാൻ KSRTCക്ക് മാത്രമേ ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒരാൾക്ക് ശക്തൻ തമ്പുരാന്റെ പേര് പറയുമ്പോൾ ധൈര്യമില്ല. അത് പിന്നെ പോട്ടെ. അപ്പൊ ആ ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്ത ഒരു നഗരമാണ്. ഈ നഗരത്തെക്കുറിച്ച് ഒരു പുത്തഴുത്ത് രാമനൻ്റെ തൃശ്ശൂർ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ പ്രൊഫസർ ഗഡീസ് എന്ന് പറയുന്ന ഒരു ടൗൺ പ്ലാനർ പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു നഗരത്തിൽ ഒരു ക്ഷേത്രവും അതിനെ കേന്ദ്രീകരിച്ച് പ്രദക്ഷിണ വഴി എന്നാണ് പറയുക. സ്വരാജ് റൗണ്ടിന് പൊതുവെ പറയുന്ന പേര് പ്രദക്ഷിണ വഴി. കാരണം തൃശ്ശൂർ കൂടി ഒരാൾക്കും വടക്കുന്നതിനെ പ്രദക്ഷിണ വയ്ക്കാണ്ട് പോകാൻ പറ്റില്ല. റൗണ്ടിൽ കയറി ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ അത് പ്രദക്ഷിണ വഴിയാണ്. അപ്പോൾ ആ ഒരു ക്ഷേത്രം അതിനെ കേന്ദ്രീകരിച്ച് 4 ഭാഗത്തേക്ക് പോകുന്ന വഴികളും. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അതാ സായിപ്പിന്റെ മനസ്സാന്ന് വിചാരിക്കണം. ഞാനാണെങ്കിൽ വടക്കുന്ന ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പണിയാണ്. അപ്പൊ അത് സായിപ്പന്മാരുടെ കമ്പോളത്തോടുള്ള ശക്തനമ്പുരാൻ വളരെ അങ്ങനെ ശക്തനമ്പുരാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് തൃശ്ശൂർ പൂരം. അപ്പം ഇത്ര കഠിനമായ ശിക്ഷ കൊടുത്തിരുന്ന, അത് കർശനമായ ശിക്ഷ കൊടുക്കാണ്ട് ജനങ്ങളെ നേരെയാക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അതായിരിക്കണം കാരണം. കഠിന ശിക്ഷ കൊടുത്തിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. ആ ആളുടെ മനസ്സിൽ ഇത്ര സൗന്ദര്യ സങ്കല്പമുള്ളൊരു പൂരം എന്ന ആശയം എങ്ങനെ രൂപം കൊണ്ടു എന്നുള്ളതാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ഘടകം. ഈ ആറാട്ടുപുഴ പൂരം ഇപ്പോഴും ഉണ്ടോ? ആറാട്ടുപുഴ പൂരം ഇപ്പോഴും ഉണ്ടല്ലോ. അത് 1400 ചില്ലാനം വർഷം കഴിഞ്ഞു. അപ്പൊ ആറാട്ടുപുഴ പൂരം പണ്ട് തൃശ്ശൂർ പൂരത്തിന് പോയിരുന്ന ആളുകൾക്ക് ആറാട്ടുപുഴയ്ക്ക് പോയതും അത് ഈ രാഷ്ട്രീയ പാർട്ടി പിളരുന്ന പോലെ പൂരം പിളർന്നിട്ടാണ് ഇത് ഉണ്ടായിരുന്നൊരു കഥയൊക്കെ ഉണ്ട്. അത് അങ്ങനെ അല്ലാന്നും ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ആറാട്ടുപുഴ പൂരം അനാദിയായി നടന്നു വരുന്നതാണ്, വളരെയധികം കാലമായിട്ട് നടന്നു വരുന്നതാണ്. ഇവിടെ ഇപ്പൊ 228ാമത്തെ പൂരമാണ് തൃശ്ശൂർ പൂരം. ഇത് ഇപ്പൊ 228 കഴിഞ്ഞു, 29ാമത്തെ. അപ്പൊ ശക്തമ്പുരാന്റെ കാലത്ത് ഡിസൈൻ ചെയ്ത് ഈ പൂരത്തിനെ കവച്ചു വെക്കാവുന്ന പിന്നെ ഇതിലൊരു പ്രത്യേകത, ഈ എങ്ങനെ നോക്കിയാലും ജനം വളരുന്നുണ്ട് പൂരത്തിന്റെ വരുന്ന. പക്ഷെ അതിനനുസരിച്ച് നഗരം വളർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നഗരത്തിന്റെ ഈ ശബരിമല സന്നിധാനത്തെ ആളുകൾ കൂടുമ്പോൾ സന്നിധാനം വളർത്താൻ പറ്റില്ല. അതെ എന്ന് പറയുന്നവർ പൂരത്തിൻ്റെ ഈ റൗണ്ട് ഒരു ഷെയ്പ്പുള്ള, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പ്രാദേശികവാദമൊന്നുമല്ല,
ഷെയ്പ്പുള്ളൊരു നഗരം തൃശ്ശൂർ മാത്രമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഷെയ്പ്പ് എന്താ? അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടാവില്ല. ഇല്ല. കോഴിക്കോടിൻ്റെ ഷെയ്പ്പ് എന്താ? ടൗൺ പ്ലാനിങ്ങേ ഇല്ല. പോട്ടെ. എറണാകുളത്തിൻ്റെ ഷെയ്പ്പ് എന്താ? തൃശ്ശൂരിൻ്റെ ഷെയ്പ്പ് റൗണ്ടാണ്. വൃത്തത്തിൽ ഒരു നഗരമാണ്. എന്താ വൃത്തം എന്ന് ചോദിച്ചാൽ ശാർദൂല വിക്രീഡിതം. ശാർദൂലം വെച്ചാൽ പുലി, വിക്രീഡം എന്ന് പറഞ്ഞാൽ കളി, പുലിക്കളി നടക്കുന്ന വട്ടം, ശാർദൂല വിക്രീഡം വൃത്തം. ആ വൃത്തത്തിലാണ് അവിടെ ആളുകൾ കൂടി വരിക എന്ന് പറയുകയും ബിസിനസ് സ്ഥാപനങ്ങൾ വരിക, ആസ്പത്രികൾ വളരുക. അവിടെ ഈ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എങ്ങനെ പൊട്ടിക്കാം, അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിൽ എങ്ങനെ പൂരം നടത്താം എന്നുള്ളതാണ് ആധുനിക പൂര സംഘാടനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 8 ദേവിമാരും ദേവി അഷ്ടകം 2 ദേവന്മാരുമാണ്. 2 പുരുഷന്മാർ ദേവന്മാരെ തൃശ്ശൂർ പൂരത്തിലുള്ളൂ. അതൊന്ന് പനമുക്കംപള്ളി ശാസ്താവും, പിന്നൊന്ന് ഈ ഇവിടുത്തെ കണിമംഗലം ശാസ്താവ്. കണിമംഗലം എന്ന് പറഞ്ഞാൽ കണിക്ക് മംഗലമായ കണി, ഓസ്പീഷ്യസ് വിഷ്വലാണ്. അപ്പോൾ കണിമംഗലം ശാസ്താവും അതുപോലെ തന്നെ മറ്റേ പനമുക്കംപള്ളി ശാസ്താവാണ് 2 മെയിൽ ഗോഡ്. മീശ വെച്ച ദേവദേവങ്ങൾ. മീശ വയ്ക്കലൊക്കെ ക്ലീൻ ഷേവായിട്ടാണ് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും മീശ വെച്ച 2 തലയുള്ളൂ. പിന്നെ മുഴുവൻ അവിടെ നമ്മളെ പിടിച്ചാൽ പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി, പിന്നെ ഇവിടെ ചെമ്പൂക്കാവ് ഭഗവതി, പിന്നെ അയ്യന്തോള് ഭഗവതി, പിന്നെ ലാലൂര് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി, നെയ്തിലക്കാവ് ഭഗവതി. ഇപ്പോൾ ചെറുപൂരങ്ങളെന്ന് പണ്ട് ചെറുപൂരങ്ങളെന്നും ഇപ്പോൾ ഘടകപൂരങ്ങളെന്നും വിളിച്ചിരുന്ന 6 തലയായി. പിന്നെ പാറമേക്കാവ് ഭഗവതി, തിരുവമ്പാടി ഭഗവതി. ഇങ്ങനെ 8 ഫീമെയിലും 2 മെയിലുമാണ് തൃശ്ശൂർ. ഇത് ഞാൻ കുറേ കാലമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ദേവന്മാരുടെ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, സ്ത്രീകൾ ഇപ്പോൾ കൊമ്പ് വിളിക്കുന്നുണ്ട്. നല്ലത് വേണ്ടതാണ്. സ്ത്രീകൾ മേളം കൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, കൊമ്പ് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴല് വിളിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി ഇത്തവണ അയ്യന്തോളിനും മറ്റുണ്ടെന്ന് തോന്നുന്നു. സ്ത്രീകൾ വരണം. സ്ത്രീകൾ പൂരത്തിൻ്റെ മറ്റ് ആനപ്പുറം കയറൽ മാത്രം സ്ത്രീകൾ വന്നു തുടങ്ങിയിട്ടില്ല എന്നേ. അപ്പം അതുകൊണ്ട് അവിടെ വന്നാരെങ്കിലും ആനപ്പുറത്ത് കയറി വെഞ്ചാവര വീശുണ്ടോ സ്ത്രീകൾ? അത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് വരണം. സാമ്പ്രദായികമായിട്ടുള്ള പ്രയോഗം പൂരത്തിൻ്റെ പുരുഷാരം എന്നാണ്. സ്ത്രീകൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സും വരണം തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ വികസിക്കണമല്ലോ. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് സമൂഹം ഇപ്പൊ അംഗീകരിച്ചു തുടങ്ങിയല്ലോ. ട്രാൻസ്ജെൻഡേഴ്സ് മേളം കൊട്ടാൻ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വരണം എന്ന് പറയുന്നത് പോലെ സ്ത്രീകള് എല്ലാ മേഖലയിലേക്കും വരുമ്പോൾ പൂരത്തിൻ്റെ ഒരു തുല്യത, പൂരം വാസ്തവത്തിൽ തുല്യതയുടെ ഒരു സാധാരണ എന്താ സംഭവിക്കുക, നമ്മൾ അമ്പലത്തിൽ പോയി ദേവനെ അങ്ങോട്ട് ദർശിക്കുകയാണ്. ഇത് തിരിച്ച ദേവൻ പുറത്തേക്ക് ഇറങ്ങി കാണികളുടെ ഇടയിലേക്ക് വരികയാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. ഉത്സവത്തിന് തന്ത്രശാസ്ത്രപരമായിട്ടും യോഗശാസ്ത്രപരമായിട്ടും വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നതിനൊക്കെ മുമ്പ് അതൊക്കെ പോയി കഴിഞ്ഞാൽ പതഞ്ജല യോഗസൂത്രം, ഷഡാധാര ചക്രം, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ക്ഷേത്രത്തിൽ പോയി അങ്ങോട്ട് ദർശനം നടത്തുന്നതിന് ആണ് സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ ചെയ്യുക. നമ്മൾ ഗുരുവായൂർക്ക് തൊഴാൻ പോവുക, ശബരിമലയ്ക്ക് പോവുക, ചോറ്റാനിക്കരിക്ക് പോവുക. ഇത് ഇങ്ങോട്ട് വരികയാണ്. ദേവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദേവന്. അല്ല, ഞങ്ങളുടെ നാട്ടില്, ഞാൻ തലശ്ശേരി നിന്നാണ്. അവിടെ ഈ മുത്തപ്പന് ഈ ഊര് തണ്ടാൻ പോകുന്ന ഒരു മുത്തപ്പന് ഒരു ദിവസം മൊത്തം, ചെറിയ മുത്തപ്പൻ, വലിയ മുത്തപ്പനും ചെറിയ മുത്തപ്പനുണ്ട്. ഈ ചെറിയ മുത്തപ്പൻ ഒരു ദിവസം മൊത്തം പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സംഭവം അതുണ്ട്. അപ്പൊ മുത്തപ്പന് ഇഷ്ടവിഭവമായിട്ട് അറിയാലോ, കള്ളാണല്ലോ. അപ്പൊ എല്ലാം കൊടുക്കുക. അല്ല, അത് ഇന്ത്യൻ ഭാരതീയ ദർശനം അനുസരിച്ച് ഈ ഈശ്വരൻ അരൂപി തന്നെയാണ്. ഈശ്വരൻ രൂപമില്ല ഇവിടെയാണ്. ഈശ്വരൻ അരൂപിയാണ്. ഈശ്വരന്റെ രൂപം എന്താ വിചാരിക്കുന്നത്, എന്താ അതാ രൂപം. നിങ്ങൾ എൻ്റെ ഗുരുനാഥൻ മഹർഷി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ പറയുന്നത് യത് ഭാവയതി തദ് ഭാവയതി. നീ എന്നെ എങ്ങനെ വിചാരിക്കുന്നു, ഞാൻ നിനക്ക് അതുപോലെ ഭവിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ അവതാര സങ്കല്പങ്ങളൊക്കെ നോക്കിയത് വളരെ വ്യക്തമാണ്. ഒരേ നരസിംഹൻ തന്നെ പ്രഹ്ലാദന് രക്ഷകനും ഹിരണ്യകശിപുവിന് അന്തകനുമാണ്. അത് നോട്ടത്തിലെ മാറ്റം. ഒരേ രാമൻ തന്നെ രാവണൻ അന്തകനും വിഭീഷണന് രക്ഷകനുമാണ്. നോട്ടത്തിലെ മാറ്റം. ഒരേ ശീർഷൻ തന്നെ കൗരവന്മാർക്ക് ശിക്ഷകന്, കൗരവന്മാരെന്ന് പറയണ്ട, ശിശുപാലന് അന്തകനും അതുപോലെ തന്നെ അർജുനന് രക്ഷകനും. നോട്ടത്തിലെ മാറ്റം. ഈശ്വരന് മാറ്റില്ല. അപ്പൊ ഈശ്വരനെ എങ്ങനെ വിചാരിക്കുന്നു, ഈശ്വരൻ അങ്ങനെ വരും. മദ്യം കഴിച്ചാൽ മദ്യം കഴിക്കണ ഈശ്വരൻ വരും. കഞ്ചാവ് കൊടുത്താൽ കഞ്ചാവ് കഴിക്കണ ഈശ്വരൻ വരും. ബീഡി കൊടുത്താൽ ബീഡി കഴിക്കണ ഈശ്വരൻ വരും. അതിനൊരു രൂപം കൽപ്പിക്കാൻ പറ്റില്ല. അതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു യഥാർത്ഥ ഭാരതീയന് ഏത് മതത്തിലെ ഈശ്വരനെ ഉൾക്കൊള്ളാൻ ഒരു പ്രയാസമില്ല.
അപ്പൊ ആ പ്രിൻസിപ്പിളിന്റെ ഒരു കുറച്ചുകൂടി എക്സ്റ്റൻഷനാണ് ദേവൻ എവിടേക്ക് ഇറങ്ങി വരുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുക. ക്ഷേമം എന്ന് പറയുന്നത് കേവലം ഭൗതിക ക്ഷേമം മാത്രമല്ല, അതിന് വേണ്ട അന്തരീക്ഷം. ഇപ്പൊ പ്രകൃതി മഴ ഒന്നും മാറിയിട്ട് കണ്ടേ, ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രകൃതിയാണ് ഏറ്റവും വലിയ ഈശ്വരൻ. അത് അനുകൂലിച്ചാലേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. ശബരിമലയിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ശബരിമലയിൽ നീന്തി കിടന്നിട്ട് അവിടെ നൈദ്യം മുടക്കാരിക്കും ഒരാൾ പോയി കഥ. അപ്പൊ ഈ പ്രകൃതി അനുകൂലമാകുമ്പോ അതിന്റെ ആ പ്രകൃതിയുടെ സർക്കിളിൽ നിന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കാൻ പറ്റും. ഇത് മുൻകൂട്ടി കണ്ട മനുഷ്യനാണ് ശക്തനമ്പുരാൻ. പിന്നെ അദ്ദേഹം മത്സരം വെച്ചു പൂരത്തിന്. പൂരത്തിൽ നിന്ന് ലോകം പഠിക്കേണ്ടത് സൗഹൃദ മത്സരം, സ്പോർട്സ്മാൻ സ്പിരിറ്റിന് പകരം പൂര സ്പിരിറ്റാ വേണ്ടേ. കാരണം ഇവിടെ മത്സരം ഉണ്ടെങ്കിലും വൈരാഗ്യമില്ല. തിരുവമ്പാടി പാറമേക്കാവും ചെറുപൂരങ്ങളൊക്കെ തമ്മിൽ ചെറുപൂരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇപ്പം ഇത് പറഞ്ഞ പോലെ വലിയൊരു ഉത്സവമാണ്, ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവം. പക്ഷെ എങ്കിൽ ഇതിൻ്റെ ഒരു സ്പിരിറ്റ് തകർക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നൊക്കെ അതെന്താ വെച്ചാൽ ഇപ്പൊ ഒരു മന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു, മതചിഹ്നങ്ങൾ അനുവദിക്കില്ല. തേട്ടമ്പ എന്ന് പറഞ്ഞ മതചിഹ്നല്ലേ? അതെ ആണ്. അപ്പൊ കൊടിയേറ്റം എന്ന് പറഞ്ഞ മതചിഹ്നം അല്ലേ? അതെ അതെ. അത് ക്ഷേത്രത്തിൽ അത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് സൂക്ഷ്മമായ ചടങ്ങുകളാണ്. അതായത് സ്ഥൂലം, സൂക്ഷ്മം, പരം എന്നാണ്. ഗ്രോസ്, സട്ടിൽ, സൂപ്പർ ഫൈൻ. ഈ സൂപ്പർ ഫൈൻ എന്ന് പറഞ്ഞാൽ മഹർഷിമാരൊക്കെ ശപിച്ചാൽ അത് അവിടെ നടന്നു കഴിഞ്ഞു ഇവിടെ നടക്കാൻ കുറച്ച് സമയം എടുക്കും. അത് പരത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് വന്ന് അത് സ്ഥൂലത്തിലേക്ക് വരണം. അപ്പൊ ക്ഷേത്രത്തിലെ സൂക്ഷ്മരൂപത്തിൽ അങ്കുരാജി, ധ്വജാതി, പടഹാതി 3 ഉത്സവം ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇവിടെ സൂക്ഷ്മരൂപത്തിൽ നടത്തുന്ന ക്രിയകളുടെ സ്ഥൂല രൂപത്തിലുള്ള ആവിഷ്കാരമാണ് എന്ത്? ഉത്സവം, പൂരം. ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്ന 5 ഘടകങ്ങളിൽ, അതായത് ആചാര്യ തപസ അമ്മതായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധി പഞ്ചധാനം. ആചാര്യൻ്റെ തപസ്, തന്ത്രിയുടെ. അമ്മനായ ജപം, വേദം ജപിക്കുക. നിയമങ്ങൾ ക്ഷേത്രത്തിലെ നിയമങ്ങൾ പാലിക്കുക. ആചാര്യ തപസ അമ്മനായ ജപേന നിയമേന ച ഉത്സവേന, ഉത്സവം, അന്നദാനം. ഈ 5 ഘടകങ്ങളെ കൊണ്ട് അത്ര ക്ഷേത്രവൃദ്ധി സംഭവിക്കുന്നത്. അപ്പം അതിൽ ഉത്സവം ക്ഷേത്രത്തിൻ്റെ വൃദ്ധിക്കും, ക്ഷേത്രത്തെ തട്ടകത്തിൽ, പഴയകാലത്ത് തട്ടകം എന്ന് സങ്കല്പമൊക്കെയുണ്ട്. അപ്പം തട്ടകത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൽ മതചിഹ്നം എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ക്ഷേത്ര ആരാധന ഇല്ലാതെ ഉത്സവമില്ല. ആരാധന ഉണ്ടാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് വെറുതെ എന്താ പറയാ പാർട്ടി സമ്മേളനം പോലെ പറഞ്ഞു. അതല്ല പാർട്ടി സമ്മേളനമാണല്ലോ. ഇപ്പം നമ്മുടെ മലബാറിലൊക്കെ അറിയാലോ, ചെഗുവേരയുടെ ഫ്ലക്സ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ മറ്റേ അലോഷി വിപ്ലവ ഗീതങ്ങൾ പാടുന്നു. പുഷ്പനെ അറിയാമോ, പുഷ്പനെ അറിയാമോ. പാലക്കാട് ഉറൂസിന് എന്താ നടന്നേ? ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള പൂരപ്പറമ്പില് നമുക്ക് തുള്ളിച്ചാടാം, അതിന് കുഴപ്പമില്ല. പൂരപ്പറമ്പില് ഗാനമേളയാവാം, ആലോഷിക്ക് പാടാം, കുഴപ്പമില്ല. പക്ഷെ അതാണ് ഉത്സവം എന്ന് തെറ്റിദ്ധരിക്കരുത്, അത്രേ ഉള്ളൂ. ഉത്സവത്തിന് അതാവാം. കാരണം പൂരം എന്ന ശബ്ദത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാത്തതെന്ന് അർത്ഥം. പൂരതെറി എന്താ അർത്ഥം? ഒരു നിയന്ത്രണം. പൂരത്തല്ല് എന്ന് പറഞ്ഞാൽ പൂരത്തല്ല്. അതെ, ചിരിയുടെ പൂരം എന്ന് പറഞ്ഞാൽ ഒരു അപ്പൊ റെസ്ട്രിക്ഷൻ ഇല്ല. അതെന്താന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ നമ്മൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ അത് ഈ കാര്യങ്ങൾ നടത്തുന്നതിന് തടസ്സം വയ്ക്കുകയും പുറത്തെന്ത് വേണമെങ്കിൽ നടത്താം. കാരണം ക്ഷേത്രത്തിൽ സ്വതവേ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡുണ്ട്. ഉത്സവം എല്ലാവർക്കും പ്രവേശിക്കാം. ഉത്സവം കഴിഞ്ഞാൽ പുണ്യമുണ്ട്. അപ്പൊ അത് ആർക്കും പ്രവേശിക്കാം, വളരെ വെൽക്കം. അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് തൃശ്ശൂർ പറഞ്ഞ ആൾക്കാരെ രാജി നോക്കാൻ പറ്റും. അവിടെ ആ അർത്ഥത്തിൽ അത് ചെയ്യാവുന്നതാണ്. ഗാനമേള സംഘടിപ്പിക്കാം, ആലോചിക്ക് പാടാം, ആർക്കും പാടാം. പിന്നെ വേറെ പാട്ടുകാരൻ ബോബ് ഡൈലൻ, അങ്ങനെ ഒരാളുടെ ആർക്കും കൂടെ പാടാം. പക്ഷെ അത് ഉത്സവത്തിന് ഇവിടെ അതിനെ മാത്രം സ്ട്രെസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റേതിപ്പോ പെരുന്നാളിന് ആൾക്കാർ തുള്ളിച്ചാടില്ലേ? തുള്ളിച്ചാടാം. തുള്ളിച്ചാടാനാണ് എന്ത് പൂരം. പക്ഷെ തുള്ളിച്ചാടൽ മാത്രമാണ് പൂരം എന്ന് അതിന് വെച്ചിട്ട് പറയുമ്പോഴാണ് ഈ കുഴപ്പം മുഴുവൻ സംഭവിക്കുന്നത്. ഇത് സൂക്ഷ്മത്തിൽ ക്ഷേത്രത്തിന്റെ ശ്രീലകത്തും കൊടിയേറ്റിലും നടക്കുന്ന സംഘടനകളുടെ സ്ഥൂല ആവിഷ്കാരമാണ്. സ്ഥൂലമാകുമ്പോൾ കഥകളിയിലെ മുദ്രകൾ, അതുപോലെ അത് തന്ത്രമുദ്രകളുടെ സ്ഥൂല ആവിഷ്കാരമാണ്. നേദിക്കുമ്പോൾ മുദ്ര കൊടുക്കുക, അന്നം സമർപ്പയാമി, ജലം സമർപ്പയാമി, ദീപം സമർപ്പയാമി, നാട്യം സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞ ദേവനെല്ലാം സമർപ്പിക്കും. മനുഷ്യൻ കഴിക്കണമൊക്കെ ആർക്ക് സമർപ്പിക്കുക? ദേവന് സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഭാരതീയ ദർശനം അനുസരിച്ച് ഒരു സൂക്ഷ്മ ദേവതാരൂപമുണ്ട്. അതുകൊണ്ടാണ് അസ്ത്യുത്തരസ്യം ദിശി ദേവതാത്മാ ഹിമാലയോ നാമകാധിരായ എന്ന് കാളിദാസൻ പാടി. ഹിമാലയം എങ്ങനെയാണ് പാർവതിയുടെ അച്ഛനാവുക? പാർവതിന് ഊട്ടിൻ്റെ ആവുക.
അതിന് സൂക്ഷ്മ ദേവത സ്വരൂപമുണ്ട്. അതിൻ്റെ സന്തതിയാണ് ആര്? പാർവതി. അതാണ് ഇന്ത്യൻ ദർശനത്തിൻ്റെ പ്രത്യേകത. ഇതറിയാതെ കണ്ട് മറ്റത് മാത്രമാണ് ഉത്സവം. വേവ് വിളിക്കലും തുള്ളിച്ചാട്ടലാണ്, അത് ഉത്സവമാണ്. അവിടെ മാത്രം അവിടെ അത് അറിയാണ്ട് പറയുമ്പോഴാണ് ഈ പരാമർശത്തിന്റെ വിഭാഗത്തിൽ എന്നിട്ട് പിന്നെ കുറെ ലഹള ഉണ്ടായി, അതിനെ ചൊല്ലി തല്ലുണ്ടായി. ഇത് ക്ലിയർ ചെയ്ത സംഗതി ക്ലിയർ ചെയ്തു. നിങ്ങളൊന്ന് നനയ്ക്കുക എവിടെയാ? കടയ്ക്ക ഫലം ഉണ്ടാവും. ഫലം എവിടെ ഉണ്ടാവുക? മാവ് നനച്ചിട്ട് നമ്മൾ വേരിലുള്ള ഒഴിച്ചത് ഫലം ഉണ്ടാവുക എവിടെയാ? തലകല ചീഞ്ഞ ഫലം ഉണ്ടാവും. അതുമാതിരി ഇതൊക്കെ ഉണ്ടാവും. അത് മോശാർത്ഥമല്ല ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, അങ്ങനത്തെ സാധനങ്ങളും ഉണ്ടാവും എന്നർത്ഥം. അപ്പോ ഇങ്ങനെ ഒരു സമന്വയത്തിന്റെ തലം ഭാരതീയ ദർശനത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എവിടെയില്ല. അപ്പൊ ഉത്സവം ഒരിക്കലും പിന്തിരിപ്പനല്ലാതെ ഏറ്റവും മുൻതിരിപ്പൻ ദേവൻ ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങണതാണ്. എന്ത് അങ്ങാടിയല്ലേ ഈ അങ്ങാടിയിലേക്ക് ഇറങ്ങണേ. അപ്പൊ ദേവൻ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നതാണ് എന്ത്? ഉത്സവം. പിന്നെ ആന വേണോ? ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ആനയ്ക്ക് വരെ ആന. അപ്പൊ എന്നെ വലയ്ക്കുന്നത് റോബോട്ടിക് ആന വന്ന് അതിന് പിണ്ടുണ്ടാവില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേറെ ബാഹ്യകാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. റോബോട്ടിക് ആനയ്ക്ക് പിണ്ടുണ്ടാവില്ല. ആന ചൂര് എന്ന് പറഞ്ഞ അതായത് ജൈവ സാധനം പോകും. അത് നല്ലതാണോ ചീത്തയാണോ അത് വേറെ ചർച്ചയ്ക്ക് വിഷയാക്കേണ്ട സംഗതിയാണ്. പക്ഷെ അത് കാലഘട്ടത്തിന്റെ അനുസരിച്ച് അത് വരുന്നുണ്ട്. കഥകളി ഉണ്ടാവും. അപ്പൊ എല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞ് തീർത്താ പോരാ എല്ലാം. മിഥുനെ നമുക്ക് എല്ലാ തമാശയും ഒരുമിച്ച് പറയേണ്ട വേണ്ട. നമുക്ക് നാളെ ആവാം. മഴ പക്ഷെ കുറയണ്ടിട്ടാ. അതെ, നമുക്ക് കുടയില്ലാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. മഴ കുറയട്ടെ. മഴ കുറയട്ടെ. അതിന് കൂടൽമാണിക്യം താമരമാലിയാണ്. കൂടൽമാണിക്യം തുണയ്ക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോരെ, മതിയോ? അപ്പൊ നാളെ കാണാം. നാളെ കാണാം. അതെ, സമയ പരിമിതി കാരണം. ഓക്കെ, വളരെയധികം നന്ദി. താങ്ക് യു.